വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീശി അടിക്കാതെ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. ഞാനിവിടെ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട, ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിയിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിവിടെ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. നമ്മുടെ മൈദയാണ്, പെട്ടെന്ന് അങ്ങ് ലൂസായി പോവും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും ഒരു ടൈറ്റായ മാവായിരിക്കരുത് പൊറോട്ടയ്ക്ക് എടുക്കുന്നത്, കുറച്ച് ലൂസായിട്ട് വേണം. കണ്ടില്ലേ, ഒരു ഒട്ടുന്ന പരുവത്തിലാണ് നമ്മളിവിടെ മാവ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് അവിടെ കുറച്ച് മൈദ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. അതിന് മുകളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന കാര്യത്തിൽ ഒട്ടും മടി കാണിക്കരുത് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ, എന്നാലേ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഏകദേശം ഒരു 15 മിനിറ്റ് സമയം വരെ ഇതേപോലെ വലിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ മാവിൻ്റെ ഒട്ടുന്ന പരുവൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ മാവിൻ്റെ ഒട്ടുന്ന പരുവൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇനി അതിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഓയിലിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1.5 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബോൾ പിടിക്കാം. കുറച്ച് വലുപ്പമുള്ള പൊറോട്ടയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം എനിക്കിവിടെ ഏകദേശം 5 ബോളാണ് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം കൂടി വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നേരത്തെ ബാക്കി വന്ന ഓയിൽ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ കൈവച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി കോയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മളത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോകുന്നൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വീശി അടിച്ചൊന്നും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പൊടി വെതറി കൊടുക്കാം. മൈദപ്പൊടി തന്നെയാണ്. അതുപോലെ കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ലെയർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരു ഈസി മെത്തേഡാട്ടോ. ഇതുപോലെ വരഞ്ഞതിനു ശേഷം നമ്മൾ ഒരറ്റത്തു നിന്നും ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. അതുപോലെ മുകളിൽ നിന്നും ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുക്കുക. ഇത് ചുറ്റിച്ചെടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് അവിടെ ആയി. രണ്ടാമത്തതും നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് വേറെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരു അറ്റത്തു നിന്നും വലിച്ചെടുത്തിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കാം. എന്നാലും നല്ല ലെയറൊക്കെ കിട്ടും നമുക്ക്. അപ്പം നമ്മളെ 5 എണ്ണോടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും പരത്തിയെടുക്കാം. അപ്പം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. ഓയിലിൻ്റെ കാര്യത്തിലൊന്നും പിശുക്ക് കാണിക്കേണ്ട. നമ്മുടെ പൊറോട്ട എപ്പോഴും ഒരു ഓയിലി ആയിരിക്കും. ഓയിലില്ലെങ്കിൽ അതിന് മയത്തിനും മാറ്റം വരും കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ പൊറോട്ട പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു വശം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത വശം ഒന്ന് ഇതുപോലെ ആയി വരട്ടെ.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊറോട്ട ഇവിടെ ഏകദേശം വെന്ത് വന്നു. നമുക്ക് അടുത്തതും ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി കോഴിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. എന്നാലും വളരെ ഈസി ആയിട്ട് പരത്തിയെടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തതും നമുക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് സാവകാശം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ പൊറോട്ടയൊക്കെ ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി വെച്ചിട്ട് ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണേ. എന്നാലേ നമ്മുടെ ലെയറൊക്കെ പുറത്തേക്ക് വരുള്ളൂ. കണ്ടില്ലേ, അടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നന്നായിട്ട് ലെയറൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. ചൂടോട് കൂടി തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യണം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീശി അടിക്കാത്ത പൊറോട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക്